ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് നാട്ടിലെ മൃഗങ്ങളെ മാറ്റി നമുക്ക് കാട്ടിലെ മൃഗങ്ങളെ കാണാൻ പോകുന്ന വീഡിയോ ആണ് ഇന്ന്. ഖത്തറിലുള്ള ഒരു സൂ ആണ് നമ്മുടെ അൽഖോറിലുള്ള അൽഖോർ പാർക്ക് എന്ന് പറയുന്നത്. അപ്പം അവിടെയാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. കുറച്ച് നാൾ കൊണ്ട് നമ്മൾ അവിടെ ഇപ്പോൾ കുറച്ച് അധികം മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് നാൾ കൊണ്ടിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ് അവിടെ പോയി കാണണം എന്നുള്ളത്. പക്ഷെ നമുക്ക് നമ്മുടെ ദോഹയിൽ നിന്ന് ഇത് ഒത്തിരി ദൂരമാണ്. അപ്പം കുറച്ച് നമ്മുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. വീക്കെൻഡ്സിൽ പോകാം. അങ്ങനെ ഞങ്ങൾ പോയതാണ്. പോയപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോഴേക്കും ഈ മൃഗങ്ങളെയൊക്കെ അവർ ഫുഡ് കൊടുക്കാനായിട്ട് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് കുറച്ചൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അങ്ങനെ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സിംഹവും കടുവയും കുറുക്കനും പിന്നെ കുരങ്ങുകളും പാമ്പും സീബ്രയും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം നമുക്കൊന്ന് കാണാൻ പറ്റി. പിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് കിട്ടിയതാണ്, ഈ കുരങ്ങിൻ്റെയൊക്കെ പുറകിൽ എന്താണോ ഒരു വ്രണം പോലൊരു സംഭവം. പക്ഷെ അതിൻ്റെ നോർമലി അതിൻ്റെ കുണ്ടി ഇങ്ങനെയാണ് എന്നുള്ളൊരു പുതിയ നോളജ് എനിക്ക് കിട്ടി. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ ഒരു മാൻകുട്ടി ഉണ്ടായിരുന്നു. ആ മാൻകുട്ടി വിശന്ന് വലഞ്ഞ് ഇപ്പോൾ ഉണ്ടായെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങളുടെ കയ്യിലിരുന്ന ഒരു പഴം എടുത്ത് കൊടുത്തു. അങ്ങനെ അതിനത് വിശപ്പ് സഹിക്കാൻ വയ്യാണ്ട് ആ ഒരു പഴം തിന്നിട്ട് വീണ്ടും ഞങ്ങളുടെ പുറകെ ഞങ്ങൾ പോകുന്ന വഴി കൂടെ വരുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പാവം തോന്നിയിട്ട് ഞങ്ങൾ കരുതി ഇനി ഒരു പഴമൂടെ കൊടുക്കാമെന്ന് കരുതിയിട്ട് വീണ്ടും ഒരു പഴം, ഇത് മോക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പഴമാണ് ആക്ച്വലി. അങ്ങനെ വീണ്ടും ഒരു പഴമൂടെ കൊടുത്തു. അത് കഴിച്ചിട്ട് വീണ്ടും അതിന് തികഞ്ഞില്ല. വീണ്ടും അത് ഞങ്ങളുടെ കൂടെ പുറകെ വരുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കൊടുക്കാൻ പഴമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടം വിട്ട് ഞങ്ങൾ വീണ്ടും വേറെ കാര്യങ്ങളൊക്കെ കാണാൻ പോയി. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് കരുതുന്നു. നിങ്ങൾ കണ്ടിട്ട് വാ, നമുക്ക് പിന്നീട് കാണാം. ആക്ച്വലി എനിക്ക് കാണാൻ ഇഷ്ടമല്ലാത്തതും ഇത്ര വെറുപ്പുമായിട്ടുള്ളൊരു ജീവിയാണ് ഈ പാമ്പെന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര അറപ്പാണ് ഈ പാമ്പിനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതുവരെ പാമ്പിനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഈ ഗേളി കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ കണ്ടു, ഇനി കാണത്തുമില്ല, അത്രേ ഉള്ളൂ. എന്തൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതായിരുന്നു. തിരിച്ചു പോകുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് വന്നത്. ആ ഫോട്ടോസ് ഞാൻ അവസാനം വെട്ടിയൊട്ടിക്കാം കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.